നിങ്ങളുടെ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറിന്റെ വില പകുതിയോളമായോ? കഴിഞ്ഞ ദിവസം നമ്മുടെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ടെലിഗ്രാം ഗ്രൂപ്പുകളിലും ഒക്കെ കണ്ട ഒരേ ഒരു വലിയ സംസാരമാണ്. നിങ്ങൾ കണ്ടിരിക്കും ഒരുപക്ഷെ ടാറ്റ മോട്ടോഴ്സിന്റെ ഡീമർജർ നടന്നതോടെ ഷെയറിന്റെ വില കുറഞ്ഞത് പലർക്കും വളരെ ഭയമുളവാക്കി. പേടിച്ചവർ പലരും ആ പേടിയിൽ കിട്ടിയ വിലയ്ക്ക് ഷെയർ വിൽക്കാൻ വരെ തുടങ്ങി. എന്നാൽ സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ കയ്യിലുള്ള ഷെയറുകൾക്ക് പകരമായി പുതിയ ഷെയറുകൾ എപ്പോ കിട്ടും? എങ്ങനെയാണ് ഈ പുതിയ ഷെയറുകൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ എത്തുക? നിങ്ങളുടെ ശരിക്കുള്ള വില എന്തായിരിക്കും? ഈ സംശയങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം ഇന്ന് നമ്മൾ ഇവിടെ നൽകുകയാണ്. നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറാൻ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് മാത്രം മതിയാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം മാത്രം തീരുമാനമെടുക്കുക. ഒരു ഷെയർ പോലും പേടിച്ച് വിൽക്കേണ്ടി വരില്ല എന്ന് ഞാൻ ഉറപ്പു തരും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ എന്താണ് നടന്നത്? ടാറ്റ മോട്ടോഴ്സിൽ നടന്നത് ഒരു സാധാരണ സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ല, മറിച്ച് ഒരു ഡീമർജർ ആണ്. ഈ രണ്ട് വാക്കുകളും കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നാമെങ്കിലും ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കേക്ക് രണ്ടായിട്ട് മുറിക്കുന്നത് പോലെയാണ്. ഒരു വലിയ ഷെയറിനെ ചെറിയ പല കഷ്ണങ്ങളാക്കി മാറ്റുന്നു. പക്ഷെ മൊത്തത്തിലുള്ള മൂല്യം ഒന്ന് തന്നെയാണ്. എന്നാൽ ഡീമർജർ അങ്ങനെയല്ല. ഇവിടെ ടാറ്റ മോട്ടോഴ്സ് എന്ന വലിയ കമ്പനി അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് ബിസിനസ്സുകളെ, അതായത് പാസഞ്ചർ വെഹിക്കിൾ ബിസിനസിനെയും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ബിസിനസിനെയും രണ്ടായിട്ട് പിളർത്തി രണ്ട് വ്യത്യസ്ത കമ്പനികളാക്കി മാറ്റി. എന്തിനാണ് ടാറ്റ മോട്ടോഴ്സ് ഇങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോ അതിന്റെ പ്രധാന ലക്ഷ്യം ഓരോ ബിസിനസിനും അതിന്റേതായിട്ടുള്ള ഫോക്കസും ഗ്രോത്ത് പൊട്ടൻഷ്യലും കൊടുക്കുക എന്നുള്ളതാണ്. പാസഞ്ചർ വെഹിക്കിൾ യൂണിറ്റ് കാറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ആഗോള ലക്ഷറി ബ്രാൻഡായ ജാഗ്വാർ, ലാൻഡ് റോവർ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മറുവശത്തെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ യൂണിറ്റ് ട്രക്കുകൾ, ബസ്സുകൾ, പിക്കപ്പുകൾ പോലെയുള്ള വലിയ വാണിജ്യ വാഹനങ്ങളുടെ ബിസിനസ്സിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഈ രണ്ട് ബിസിനസ്സുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള റിസ്ക് പ്രൊഫൈലുകളും ഗ്രോത്ത് സ്ട്രാറ്റജികളും ഉണ്ട്. അപ്പോൾ ഇവയെ വേർതിരിക്കുന്നത് ഓരോന്നിനും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാനും സ്വന്തമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്താനും മാർക്കറ്റിലെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനും സഹായിക്കും. ഇത് ഷെയർ ഹോൾഡിംഗ്സിന് കൂടുതൽ വാല്യൂ നൽകും എന്ന ഒരു പെർസ്പെക്ടീവിലാണ് കമ്പനി ഒരു തീരുമാനമെടുക്കുന്നത്. ഈ ഒരു ഡീമർജറിന്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ 14 ആയിരുന്നു. ഈ തീയതിയിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്ര ടാറ്റ മോട്ടോഴ്സ് ഷെയറുകൾ ഉണ്ടായിരുന്നോ എന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് പുതിയ കമ്പനിയുടെ ഷെയറുകൾ ലഭിക്കുക. നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ടാറ്റ മോട്ടോഴ്സ് ഷെയറുകൾ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ ലിമിറ്റഡ് TMPV എന്ന പേരിൽ തുടരുകയും ചെയ്യും. റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞതോടെ ഈ TMPV ഷെയറിന്റെ വില ഏകദേശം 400 രൂപയിലേക്ക് ക്രമീകരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലരും കരുതിയത് വില ഇടിഞ്ഞുപോയി എന്നൊക്കെയാണ്. എന്നാൽ സത്യത്തിൽ അങ്ങനെയൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ബിസിനസ് വിട്ടുപോയതിന്റെ ഒരു അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് ഇവിടെ നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് പുതിയ TMLCV ഷെയറുകൾ 1:1 എന്ന റേഷ്യോയിൽ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ടാറ്റ മോട്ടോഴ്സ് TMPV ഷെയറിനും ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലിമിറ്റഡിന്റെ ഒരു ഷെയർ അധികമായിട്ട് ലഭിക്കും. ഫലത്തിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ഷെയറുകളുടെ എണ്ണം കുറയുകയല്ല, ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മൊത്തം മൂല്യം കുറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ 2 ഷെയറുകളിലായിട്ട് വിഭജിച്ച് നൽകപ്പെടും എന്ന് മാത്രമാണ്. പാസഞ്ചർ വെഹിക്കിൾ വിഭാഗത്തിന് ഏതാണ്ട് 400 രൂപ വിലയിലും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ വിഭാഗത്തിന് ഏതാണ്ട് 260 രൂപ വിലയിലുമാണ് ഇംപ്ലൈഡ് വാല്യൂ വരുന്നത്. പുതിയ ഷെയർ എപ്പോ കിട്ടും എന്നുള്ളതാണ് അടുത്ത $1 മില്യൺ ക്വസ്റ്റ്യൻ. ഇതാണ് എല്ലാവരുടെയും വലിയ ചോദ്യം. എന്റെ പോർട്ട്ഫോളിയോയിൽ TMPV ഷെയറുകൾ മാത്രമേ കാണുന്നുള്ളൂ. പുതിയ TMLCV ഷെയറുകൾ എപ്പോഴാണ് എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുക? പുതിയ TMLCV ഷെയറുകൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാൻ ഏകദേശം 30 മുതൽ 45 ദിവസം വരെ സമയമെടുത്തേക്കും. അതായത് ഒക്ടോബർ 14 ശേഷം നവംബർ പകുതി വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നാണ്. CSDL, NSDL പോലെയുള്ള ഡെപ്പോസിറ്ററികളാണ് ഈ ഷെയറുകൾ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഷെയറുകൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രോക്കർ നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ SMS വഴിയോ നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഷെയറുകൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കാണാൻ സാധിക്കുകയുള്ളൂ. പുതിയ TMLCV ഷെയറുകൾ ക്രെഡിറ്റ് ആകുന്നത് ഒരു കാര്യം, അതുപോലെ തന്നെ അവ ട്രേഡിംഗിനായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. ഈ ഷെയറുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്ന തീയതി പിന്നീട് എക്സ്ചേഞ്ചുകൾ ഒരു പ്രത്യേക സർക്കുലർ വഴിയായിരിക്കും അറിയിക്കുക. അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള TMPV ഷെയറുകൾ, അതായത് പഴയ ടാറ്റ മോട്ടോർ ഷെയറുകൾ ഇപ്പോൾ TMPV ആയിട്ടാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിൽക്കുകയോ വാങ്ങുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, TMLCV ഷെയറുകൾ ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് കമ്പനിയുടെ ഫുൾ വാല്യൂ കിട്ടില്ല. നിങ്ങളുടെ മൊത്തം മൂല്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ധൃതി പിടിച്ച് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. പുതിയ TMLCV ഷെയറുകൾ ലിസ്റ്റ് ചെയ്യുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കാം. ഏറ്റവും നല്ല സ്ട്രാറ്റജി അതാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഡീമർജറിന് മുന്നോടിയായിട്ട് ഒക്ടോബറിലെയും നവംബറിലെയും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോൺട്രാക്ടുകൾ നേരത്തെ തന്നെ സെറ്റിൽ ചെയ്തിരുന്നു. ഇത് സാധാരണയായിട്ട് ഇത്തരം വലിയ കോർപ്പറേറ്റീവ് റീസ്ട്രക്ചറിംഗ് നടക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു ടെക്നിക്കൽ നടപടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ F&Oയിൽ എന്തെങ്കിലും പോർഷനുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് ടാക്സ് ആൻഡ് കോസ്റ്റ് ബേസിസ്.
ഡീമർജർ ഒരു ടാക്സബിൾ ഇവന്റ് അല്ല. അത് കമ്പനി രണ്ടായിട്ട് പിളരുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഷെയറുകൾ ലഭിക്കുന്നത് ഒരു വരുമാനമായിട്ട് കണക്കാക്കില്ല. അതിനാൽ അപ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരില്ല. പക്ഷെ ഭാവിയിൽ നിങ്ങൾ ഈ ഷെയറുകൾ വിൽക്കുമ്പോൾ ടാക്സ് വന്നേക്കും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹോൾഡിംഗ് പീരീഡ് നിങ്ങളുടെ സ്റ്റോക്കുകൾ എത്ര കാലം കൈവശം വെച്ചു എന്നതിനെ ആശ്രയിച്ചാണ് ടാക്സ് റേറ്റ് മാറുന്നത്. ഇവിടെ ഹോൾഡിംഗ് പീരീഡ് കണക്കാക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ടാറ്റ മോട്ടോഴ്സ് ഷെയറുകൾ വാങ്ങിയ തീയതി മുതലാണ്, ഡീമർജർ നടന്ന തീയതി മുതലല്ല. ഇത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ തരംതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരും. പലർക്കും ഒരു ഭയം ഉണ്ടാവും, ഈ ഒരു പുതിയ ഷെയറുകൾ നമ്മൾ വിൽക്കുമ്പോൾ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ വന്നേക്കാമെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയില്ല. അത് ടാറ്റ മോട്ടോഴ്സ് വാങ്ങിയിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിലായിരിക്കും ടാക്സ് കണക്കാക്കും. ഇനി കോസ്റ്റ് ഓഫ് അക്വസിഷൻ, അതായത് ഷെയർ വാങ്ങിയ വില എങ്ങനെ കണക്കാക്കും എന്ന് നോക്കാം. ഡീമർജർ നടക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ടാറ്റ മോട്ടോഴ്സ് ഷെയർ വാങ്ങിയ വില TMPV-യിലേക്കും TMLV-യിലേക്കും വിഭജിക്കപ്പെടും. ഈ ഒരു വിഭജനം എങ്ങനെയാണെന്ന് കമ്പനി പിന്നീട് ഒഫീഷ്യലായിട്ട് അറിയിക്കും. അതുവരെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലാഭമോ നഷ്ടമോ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ 500 രൂപയ്ക്ക് ഒരു ടാറ്റ മോട്ടോർ ഷെയർ വാങ്ങി എന്ന് കരുതുക. ഡീമർജറിന് ശേഷം 500-ൽ എത്ര രൂപ TMPV-യുടെ കോസ്റ്റ് ആയിട്ടും എത്ര രൂപ TMLCV-യുടെ കോസ്റ്റ് ആയിട്ടും കണക്കാക്കും എന്ന് കമ്പനി റേഷ്യോ പിന്നീട് പറയും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി ഒരു ഫണ്ടമെന്റൽ ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. ഈ രണ്ട് പുതിയ കമ്പനികളും ഒരു ഇൻവെസ്റ്ററുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഓരോന്നിനും അതിന്റേതായിട്ടുള്ള പ്രത്യേകതകളും ഗ്രോത്ത് ചാൻസുകളും ഉണ്ട്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ ലിമിറ്റഡിനെ നോക്കുമ്പോൾ ഒരു കമ്പനി കാറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട ജാഗ്വാർ, ലാൻഡ് റോവർ ഇവയിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. JLR ഒരു ഗ്ലോബൽ ബ്രാൻഡാണ്. അതിന്റെ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗുമാണ്. EV സെഗ്മെന്റിൽ ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിൽ മാർക്കറ്റ് ലീഡറാണ്. ഈ ഒരു മേഖലയുടെ വളർച്ചാ സാധ്യതകൾ വളരെ വലുതുമാണ്. ഗ്ലോബലായിട്ട് EV മാർക്കറ്റ് വളരുന്നതും പ്രീമിയം മൊബിലിറ്റി ഡിമാൻഡ് കൂടുന്നതും ഒരു TMPV-ക്ക് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. പല ബ്രോക്കറേജുകളും TMPV-ക്ക് 450-500 റേഞ്ചിൽ ഒരു ടാർഗറ്റ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഇതിന് കാരണം JLR-ന്റെ ഗ്ലോബൽ ബ്രാൻഡ് ഇക്വിറ്റിയും EV സെക്ടറിന്റെ വളർച്ചാ സാധ്യതകളുമാണ്. എന്നാൽ പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റിലെ കടുത്ത മത്സരം, സെമി കണ്ടക്ടർ ക്ഷാമം, ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റങ്ങൾ, അതുപോലെ തന്നെ JLR-ന്റെ ഗ്ലോബൽ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കുന്ന സ്വഭാവം എന്നിവ TMPV നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. ഇനി ടാറ്റ മോട്ടോഴ്സിന്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലിമിറ്റഡ് വിഭാഗം അഥവാ TMLCV, ഈ കമ്പനി ട്രക്കുകൾ, ബസ്സുകൾ, പിക്കപ്പുകൾ തുടങ്ങി കൊമേഴ്ഷ്യൽ വെഹിക്കിളുകൾ നിർമ്മിക്കുന്നതിലും ബിസിനസ്സുകൾ നടത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ സൈക്കിൾ TMLCV-യുടെ വളർച്ചയ്ക്ക് വലിയൊരു ബൂസ്റ്റ് നൽകും. റോഡുകളുടെ നിർമ്മാണം, ലോജിസ്റ്റിക്സ് മേഖലയിലെ വളർച്ച ഇവയെല്ലാം കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ ഡിമാൻഡ് കൂട്ടും. കൂടാതെ ഇലക്ട്രിക് ട്രക്കുകൾ, ബസ്സുകൾക്കുമായിട്ടുള്ള ഓർഡറുകളും TMLCV-ക്ക് അനുകൂലമാണ്. ഇവയുടെ മൂല്യം 260-300 റേഞ്ചിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കമ്പനിയുടെ വളർച്ച രാജ്യത്തിന്റെ GDP ഗ്രോത്തുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ച TMLCV-ക്ക് ഗുണം ചെയ്യും. എന്നാൽ സാമ്പത്തിക മാന്ദ്യങ്ങൾ, അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ വ്യതിയാനങ്ങൾ ഇവ TMLCV-യെ ബാധിക്കാനും സാധ്യതയുണ്ട്. രണ്ട് കമ്പനികൾക്കും വ്യത്യസ്തമായിട്ടുള്ള റിസ്ക് റിട്ടേൺ പ്രൊഫൈലുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത ഓപ്ഷനുകളാണ് മുന്നിലുള്ളത് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ രണ്ട് കമ്പനികളെയും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് സമീപിക്കാം. ഒരു കമ്പനി ഗ്രോത്തിന് ഊന്നൽ നൽകുമ്പോൾ മറ്റൊന്ന് കൂടുതൽ സ്റ്റെബിലിറ്റിക്കും സൈക്ലിക് അപ്സൈഡും നൽകുന്നു. ഈ ഡീമർജർ വഴി ഓരോ ബിസിനസിനും കൂടുതൽ വ്യക്തമായിട്ടുള്ള മൂല്യം ലഭിക്കുകയും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഓരോ വിഭാഗത്തെയും പ്രത്യേകം വിലയിരുത്താനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. നമുക്ക് ഇതിന്റെ ഒരു ടെക്നിക്കൽ വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഡീമർജറിന് ശേഷം TMPV സ്റ്റോക്ക് ഏതാണ്ട് 400 രൂപ എന്ന ലെവലിലാണുള്ളത്. ഇത് അതിന്റെ 52 വീക്ക് ലോയുടെ അടുത്തുള്ള ഒരു പ്രൈസ് പോയിന്റ് ആണ്. സ്റ്റോക്ക് ആദ്യം 460-ലും പിന്നീട് 500-ലും റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട്. ഈ ലെവലുകൾ കടന്നാൽ മാത്രമേ സ്റ്റോക്കിന് നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. TMLCV-യുടെ ലിസ്റ്റിംഗ് ഡേറ്റിൽ പ്രീമിയത്തിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ ഒക്കെ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതായത് അതിന്റെ ഇംപ്ലൈഡ് വാല്യൂ ആയിട്ടുള്ള 260-നേക്കാൾ കൂടുതലോ കുറവായിട്ടുള്ള വിലയിൽ ലിസ്റ്റ് ചെയ്തേക്കാം. ലിസ്റ്റിംഗ് ദിവസത്തെ ഓപ്പണിംഗ് ക്യാൻഡിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ഹൈ 250-ന് മുകളിലാണെങ്കിൽ സ്റ്റോക്കിന് ഒരു വലിയ മൊമെന്റം കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് താഴെയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ആണ് സാധ്യതയുള്ളത്. ഡെറിവേറ്റീവ്സ് സൈഡിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒക്ടോബറിലെ F&O കോൺട്രാക്ടുകൾ നേരത്തെ തന്നെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പുതിയ കോൺട്രാക്ടുകൾക്ക് ലോട്ട് സൈസ് 4250-ൽ നിന്ന് 2750 ആയിട്ട് കുറച്ചിട്ടുണ്ട്. ഇത് റീറ്റെയിൽ ട്രേഡേഴ്സിന് ഒരു വലിയ മാർജിൻ റിലീഫാണ്. അതായത് കുറഞ്ഞ പണം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഡീമർജറിന് ശേഷം രണ്ട് കമ്പനികൾക്കും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യം ലഭിക്കാൻ സാധ്യതയിലാണ്. ഇത് ഈ സ്റ്റോക്കുകളിൽ നല്ല വോളിയം കൊണ്ടുവരാനും ലിക്വിഡിറ്റി കൂട്ടാനും സഹായിക്കും. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കുക. TMLCV-യിലാണോ അല്ലെങ്കിൽ TMPV-യിലാണോ നിങ്ങളുടെ സംശയം എന്ന് കമന്റുകളായിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്യുക. ടാറ്റ മോട്ടോഴ്സ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് പാനിക് സെല്ലിംഗ് ഒഴിവാക്കാൻ അവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അറിവാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. കൂടാതെ ഇനിയും ഇതുപോലെയുള്ള ഡീമർജർ ഫോക്കസ്ഡ് വീഡിയോകളും ഇൻവെസ്റ്റേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരുപാട് വിവരങ്ങൾക്കുമായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്.
മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ 2 സ്റ്റോക്കുകളെയും എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് വ്യത്യസ്ത സ്ട്രാറ്റജികളാണ് ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് റിസ്ക് ചെക്ക് ചെയ്യണം. അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ്, അതായത് ഉയർന്ന റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 60% TMPV-യിലും 40% TMCV-യിലും നിക്ഷേപിക്കാവുന്നതാണ്. TMPV-യുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ് ഇവിടെ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. മോഡറേറ്റ് ഇൻവെസ്റ്റേഴ്സ് പൊതുവെ 50% TMPV-യിലും 50% TMLCV-യിലും തുല്യമായിട്ട് നിക്ഷേപിക്കാം. ഇത് ഗ്രോത്തും സ്റ്റെബിലിറ്റിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സഹായിക്കും. ഒരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ കുറഞ്ഞ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 30% TMPV-യിലും 70% TMLCV-യിലും ഫോക്കസ് ചെയ്യാം. TMLCV-യുടെ കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ബിസിനസ് ഇവിടെ ഗുണം ചെയ്യും. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. TMLCV ലിസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പരിഗണിക്കാവുന്നതാണ്. ഇത് മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസിനെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. ലിസ്റ്റിംഗ് ഡേക്ക് ശേഷം ആദ്യ ഇൻസ്റ്റാൾമെന്റ് ഇടുന്നതിനെ പറ്റി തീർച്ചയായിട്ടും ആലോചിക്കുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ്, ഏതൊരു ഇൻവെസ്റ്റ്മെന്റിലും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. TMPV-ക്ക് 340-ലും TMLCV-ക്ക് 220-ലും ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് പരിഗണിക്കാം. ഈ ലെവലുകൾക്ക് താഴെ സ്റ്റോക്കുകൾ ക്ലോസ് ചെയ്താൽ നിങ്ങളുടെ പൊസിഷനുകൾ വീണ്ടും പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. ഡിവിഡന്റ് റീഇൻവെസ്റ്റ്മെന്റ്, ഡിവിഡന്റുകൾ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യണോ എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിലവിൽ TMPV-യുടെ ഫ്രീ ക്യാഷ് ഫ്ലോ കുറവാണ്. കാരണം അവർ EV-യിലും JLR-ലും വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ TMPV-യിൽ നിന്ന് വലിയ ഡിവിഡന്റുകൾ ഉടൻ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ TMLCV-യിൽ നിന്ന് ഏകദേശം 2% വരെ ഡിവിഡന്റ് ഈൽഡ് പ്രതീക്ഷിക്കാം. ഇത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി അനുസരിച്ച് പരിഗണിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ടും മാർക്കറ്റ് ട്രെൻഡുകളും എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഇടയ്ക്കിടെ റിവ്യൂ ചെയ്യുന്നതും സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തുന്നതും വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇനി ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ആരും പേടിക്കേണ്ട. നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ടാറ്റ മോട്ടോർ ഷെയറുകൾക്ക് പകരമായിട്ട് ഇപ്പോൾ ഒരു TMPV ഷെയറും ഉടൻ വരാനിരിക്കുന്ന ഒരു TMLCV ഷെയറും ലഭിക്കുന്നതാണ്. പുതിയ TMLCV ഷെയറുകൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്തുമ്പോൾ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിലവിലെ TMPV ഷെയറിന്റെ വില കുറഞ്ഞത് ഒരു തീരാ നഷ്ടമല്ല, മറിച്ച് കമ്പനിയുടെ മൊത്തം മൂല്യം 2 വ്യത്യസ്ത ഷെയറുകളിലായിട്ട് വിഭജിച്ചതിന്റെ ഒരു വാല്യൂ റീ അലൈൻമെന്റ് ആയിരുന്നു. അതായത് നിങ്ങളുടെ മൊത്തം നിക്ഷേപ മൂല്യം അവിടെ തന്നെയുണ്ട്, അത് 2 ഭാഗങ്ങളായി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. TMLCV ലിസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് എന്ത് വിലയാണോ നൽകുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യണോ കൂടുതൽ വാങ്ങണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവസരമുണ്ട്. ഇന്നിവിടെ നമ്മൾ ഈ ഒരു ഡീമർജറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടൈം ലൈനും ടാക്സ് കാര്യങ്ങളും വ്യക്തമാക്കുകയുണ്ടായി. അടുത്ത വീഡിയോയിൽ ഈ 2 കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ടുകൾ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അതുവരേക്കും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.